അഹമ്മദാബാദിലെ വിമാന ദുരന്തം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു മലയാളി ഉൾപ്പെടെ 241 പേർ മരണമടഞ്ഞു. അതേസമയം ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആശ്വാസകരമായ റിപ്പോർട്ട് കൂടി പങ്കുവയ്ക്കാനുണ്ട്. 38 വയസ്സുകാരൻ വിശ്വാസ് കുമാറാണ് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടത്. ഇദ്ദേഹം നിലവിൽ ചികിത്സയിലാണ്. അപകടം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുൻപ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ ചെന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, അമിത്ഷാ അല്പസമയം മുൻപ് പരിക്കേറ്റവരെ നേരിൽ കണ്ട് അവരോട് ആശ്വാസവാക്കുകളുമായി അദ്ദേഹം എത്തിയിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് DNA സാമ്പിളുകൾ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഈ യാത്രക്കാരുടെ വിവരങ്ങൾ പുറത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത, അല്ലേ? ദേവിക, ഇപ്പോൾ ഈ DNA സാമ്പിളുകൾ പരിശോധിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ വേഗത്തിൽ തന്നെ ഈ ലഭ്യമായ മൃതദേഹങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധന നടത്തി ഇത് ആരുടേതൊക്കെയാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ്. കാരണം ഈ വിമാനം പൂർണ്ണമായി തന്നെ കത്തി നശിച്ചതിനാൽ ലഭ്യമായ മൃതദേഹങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ കത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഹൃദയഭേദകമായ പല ചിത്രങ്ങൾ നമുക്ക് നേരത്തെ ലഭ്യമായിരുന്നു. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിനാലാണ് അത്തരം ചിത്രങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായി കത്തി നശിച്ച മൃതദേഹങ്ങളായതിനാൽ സ്വാഭാവികമായും അതിൻ്റെ DNA പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് ആരുടേതൊക്കെയാണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ അത്തരം നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നാളെയോടുകൂടി നാളെ പുലർച്ചെ രാവിലെയോടുകൂടി ഈ മൃതദേഹങ്ങൾ അവരവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തുക എന്നതാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെത്തി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഈ രക്ഷാപ്രവർത്തനങ്ങളെയും മറ്റ് ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാനുള്ള മറ്റ് പ്രവർത്തനങ്ങളുടെ ഏകോപനം അത് അദ്ദേഹം തന്നെ നേരിട്ടെത്തി ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. 241 പേരുടെ മൃതദേഹങ്ങളാണ് ഇനിയും DNA പരിശോധന നടത്തി ഇത് ആരുടേതൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടത്. നേരത്തെ ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ രമേശ് വിശ്വാസ് കുമാർ എന്ന ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ മാത്രമാണ് ഈ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. ബാക്കി മുഴുവൻ ആളുകൾ, ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ 241 പേരുടെയും മൃതദേഹങ്ങൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞ് അത് അവരവരുടെ ബന്ധുക്കൾക്ക് കൈമാറുക എന്ന ദൗത്യമാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാരിൻ്റെ, ഗുജറാത്ത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തം ഉണ്ടായ സ്ഥലം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു, അതുപോലെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയവർ സന്ദർശിച്ചു. അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്ന ആളുകളെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ച് അവർക്ക് ആത്മവിശ്വാസം പകർന്നു. അത് കഴിഞ്ഞാണ് പിന്നീട് ഒരു ഉന്നതതല യോഗം അഹമ്മദാബാദിൽ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. ഇതിൻ്റെ ഏകോപനം സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. PMO ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹം നാളെ ഗുജറാത്ത് സന്ദർശിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദേവിക, ശരി, ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട്. ഐസൻ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത് ഇതിന് പിന്നിൽ എന്ത് വീഴ്ചയാണ് സംഭവിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ 6 മാസം മുൻപ് ഇതേ വിമാനത്തിൽ സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇത് ഉയർന്നു പൊങ്ങുന്ന സമയത്ത് തന്നെ പൈലറ്റ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ സന്ദേശം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം വിമാനം ഉയർത്താൻ സാധിക്കുന്നില്ല എന്നൊരു സന്ദേശം പൈലറ്റ് നൽകിയിരുന്നു എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. ദേവിക, തീർച്ചയായും ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ അന്തിമമായ നിഗമനത്തിലെത്തേണ്ടത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമാണ്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള പല വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതായത് പല സൂചനകളും നമുക്ക് ലഭ്യമാകാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ വ്യക്തികൾക്കെല്ലാം തന്നെ ഇത്തരം ചില നിരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കും. വസ്തുതാപരമായി അതിനെ മനസ്സിലാക്കാനും സാധിക്കും. യുക്തിഭദ്രമായ ഒരു നിരീക്ഷണമായിരിക്കുകയും ചെയ്യും. എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച്
സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വിമാന അപകടം അന്വേഷിക്കുന്ന ബ്യൂറോകളെല്ലാം തന്നെ കൃത്യമായി അത് അന്വേഷിക്കുന്നു. അതുപോലെ അതിന് സാങ്കേതികമായ സഹായം ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഒരു 5 അംഗ പാനലിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്നും വിമാനത്തിന് ലിഫ്റ്റ് ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ അത് ഉയർന്നു പൊങ്ങുന്നില്ല എന്ന് കൃത്യമായി വിമാനത്തിൻ്റെ ക്യാപ്റ്റനും അതുപോലെ തന്നെ വിമാനത്തിൻ്റെ കോപ്പൈലറ്റും അത് സന്ദേശങ്ങളായി അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് സംസാരിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ എയർ ട്രാഫിക് കൺട്രോളിൽ ലഭിച്ചതായിരിക്കാം ഒരു പക്ഷേ നമുക്കിപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ എയർ ട്രാഫിക് കൺട്രോളിൽ ലഭിച്ച വിവരങ്ങൾ ഇത്തരത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിമാനം തിരിച്ചിറക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നുവോ, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് പരിശോധിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് ഈ വിമാനം ഒരു പ്രത്യേക ഉയരത്തിലേക്ക് മുകളിലേക്ക് ചലിക്കുകയും ഒരു പ്രത്യേക ഉയരം വരെ മുകളിലേക്ക് അത് കൃത്യമായി ഉയർന്നു പൊങ്ങുന്നുണ്ട്. പിന്നീടാണ് അത് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് കുറേയൊക്കെ ഒരു നിയന്ത്രണം വിട്ട രീതിയിൽ താഴേക്ക്, ലാൻഡിങ്ങിൻ്റെ രീതിയിലല്ലാതെ ഒരു നിയന്ത്രണം വിട്ട രീതിയിൽ അത് താഴേക്ക് പോരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു അസ്വാഭാവികമായ ഒരു മൂവ്മെൻറ്റ് വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അത് തകർന്നു വീഴുകയും പൊട്ടിത്തെറിക്കുകയും ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു തീഗോളമായി മാറുകയുമായിരുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ നേരത്തെ വാർത്തകളിൽ സൂചിപ്പിച്ചിരുന്ന ഒരു വ്യക്തി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നും അറിയിച്ചിരുന്നു. അത് എമർജൻസി എക്സിറ്റ് വഴി കാര്യക്ഷമമായി രക്ഷപ്പെടാനുള്ള ഒരു മനസാന്നിധ്യം ആ വ്യക്തിക്ക് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തോട് സംസാരിച്ചു. അത് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമെന്ന് അമിത്ഷാ തന്നെ പറയുകയും ചെയ്തു. അദ്ദേഹത്തോട് സംസാരിച്ചു എന്നും പറയുന്നു. അദ്ദേഹം ഈ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഈ വിഷയത്തിൽ കൃത്യമായൊരു മുതൽക്കൂട്ടാകുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും വിമാനം പൂർണ്ണമായും കത്തിയമരുകയും അതിലുണ്ടായിരുന്ന ലഗേജും അതുപോലെ നിരവധി മനുഷ്യരും മരിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിഗമനങ്ങളിലെത്താവൂ എന്നൊരു നിലപാടാണ് ബന്ധപ്പെട്ട അധികാരികളും അതുപോലെ തന്നെ അതിൻ്റെ നിയമപരമായ വ്യവസ്ഥകളും നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ കൂടി ഒരു അന്തിമ നിഗമനത്തിലെത്താവുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ഗൗതമിലേക്ക് കൂടി എത്തുകയാണ്. ഗൗതം, ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി നടന്നിട്ടുണ്ട്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, ഈ വിശ്വാസ് കുമാർ രമേശിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അദ്ദേഹം ഈ എമർജൻസി എക്സിറ്റ് വഴിയും സ്വയം ചാടി രക്ഷപ്പെട്ടതായും അതല്ല തെറിച്ച് വീണതായും ഒക്കെയുള്ള വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അതായത് അദ്ദേഹം തന്നെ നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഘട്ടത്തിലും കണ്ടു തുറന്ന് കൃത്യമായിട്ട് എല്ലാത്തിനോടും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഡോക്ടർമാരും പറയുന്നത് അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മറിച്ച് ഈ അപകടത്തിൽ ഉണ്ടാകുന്ന ഇത്ര വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള നേരിയ പരിക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നത് ആശ്വാസകരമായ ഏക കാര്യം. ഒരുപക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനകത്തു നിന്നും അല്പമെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഏക വാർത്ത എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ളതാണ്, ഈ 38-കാരനെ സംബന്ധിച്ചുള്ളതാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുഴുവൻ യാത്രക്കാരും ഇദ്ദേഹം ഒഴിച്ച് 38-കാരനായ വിശ്വാസ് കുമാർ രമേശ് എന്ന ഈ ഭാരതീയ വംശജനായ ബ്രിട്ടീഷ് പൗരത്വമുള്ളയാൾ, ഇദ്ദേഹം ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു 210ഓളം പേരുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ബാക്കിയുള്ള മൃതദേഹം ഇപ്പോഴും ഈ വിമാനത്തിനകത്തോ അതല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പരിസര പ്രദേശത്തോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ കത്തിക്കരിഞ്ഞ നിലയിലോ ഒക്കെ ആയിരിക്കാം. അതിനാൽ അതും ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധിയാണ്. ഈ 210 പേരുടെ മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള അവരുടെ DNA പരിശോധനയും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഉള്ളവരുടെ മൃതദേഹങ്ങൾ കൂടി ഇനിയും തപ്പിയെടുക്കേണ്ടതുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഈ വിമാനം ഇടിച്ചു കയറിയ ഈ
ഹോസ്റ്റൽ പരിസരത്ത് ഇപ്പോൾ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തിയത് ഈ വിമാനത്താവളത്തിൻ്റെ തന്നെ സുരക്ഷാ ചുമതലയുള്ള CISF ജവാന്മാരാണ്. കാരണം ഈ വിമാനം പൊങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന് ഒരു പന്തികേട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഏതാണ്ട് 5 മിനിറ്റ് ഇത് ആകാശത്ത് നിൽക്കുകയും പിന്നീട് തൊട്ടടുത്ത് എയർപോർട്ടിനടുത്ത് തന്നെ ഈ വിമാനം പതിക്കുകയും ചെയ്യുന്നത് കണ്ടതിനാൽ എയർപോർട്ടിൻ്റെ തന്നെ സുരക്ഷാ ചുമതലയുള്ള CISF ജവാന്മാർ വളരെ വേഗത്തിലേക്ക് ഈ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഒപ്പം തലസ്ഥാന നഗരിയായിട്ടുള്ള ഗാന്ധിനഗർ, അതായത് ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ, തലസ്ഥാനം അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. എന്നാൽ വലിയ നഗരം അഹമ്മദാബാദുമാണ്. അതിനാൽ ഇത് രണ്ടും അടുത്ത് ചേർന്ന് കിടക്കുന്ന 2 നഗരങ്ങളാണ്. അതിനാൽ ഈ അപകടമുണ്ടായത് അഹമ്മദാബാദിലാണെങ്കിലും ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഗാന്ധിനഗറിൽ നിന്നും വളരെ വേഗത്തിൽ ഏതാണ്ട് 25 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതിനാൽ NDRFിൻ്റെ ടീമിന് വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചു. ഏതാണ്ട് NDRFിൻ്റെ 6 ഗ്രൂപ്പുകൾ അവിടേക്ക് എത്തി. കൂടാതെ BSFിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു ക്യാമ്പ് ഗാന്ധിനഗറിലുണ്ട്. അവിടുന്ന് BSFിൻ്റെ ജവാന്മാരും രക്ഷാപ്രവർത്തനത്തിനെത്തി. ഒരുപക്ഷെ വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തന ദൗത്യം നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇപ്പോൾ നമ്മൾ കാണുന്നതിലും അപ്പുറത്തേക്ക് ഈ മരണസംഖ്യ എത്താനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു. കാരണം ഇപ്പോൾ ഈ മരണസംഖ്യ എന്ന് പറയുന്നത് അത് ഈ വിമാനത്തിൽ യാത്ര ചെയ്ത 242-ൽ 241 പേർ മരണപ്പെട്ടു. ഒപ്പം ഈ വിമാനം ഇടിച്ചിറങ്ങി ഹോസ്റ്റൽ മെസ്സിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന 5 വിദ്യാർത്ഥികളും മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം ഈ സമയത്ത് നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു താമസം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മരണസംഖ്യ ഇപ്പോൾ ഉള്ളതിനേക്കാട്ടിൽ കൂടുതൽ ഈ ജനവാസ കേന്ദ്രത്തിൽ ഉണ്ടായേരും എന്നുള്ളതാണ്. കാരണം വിമാനം വന്ന് പതിച്ച് വലിയൊരു സ്ഫോടനത്തോടു കൂടി ഇത് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യം, വലിയ തീഗോളം ആകാശത്തേക്ക് ഉയരുകയാണ്. പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ തീ പെട്ടിരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ മെസ്സിൽ 40ഓളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ NDRFിനും BSFിനും CISFിനും ഒപ്പം നാട്ടുകാർക്കും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഗുജറാത്തിൻ്റെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് തീ ഉൾപ്പെടെ പടർന്നുകൊണ്ട് അത് ആ പരിസര പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകളുടെ മരണമോ അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടമോ ഒക്കെ റിപ്പോർട്ട് ചെയ്തേനെ. ഇതിപ്പോൾ വിമാനത്തിൽ സഞ്ചരിച്ച ആളുകൾ മുഴുവൻ മരണപ്പെട്ടുവെന്ന ദുഃഖകരമായ വാർത്ത, ഒപ്പം 5 പേരുടെ മരണം മാത്രമേ ഈ സംഭവ സ്ഥലത്ത് ഈ കാര്യക്ഷമമായ ഇടപെടൽ മൂലമുണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷെ അവിടെ ഒരു കൃത്യമായ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ സൈന്യത്തിനും മറ്റും എത്താൻ പറ്റാത്തൊരു പശ്ചാത്തലമായിരുന്നുവെങ്കിൽ ഇതിലും വലിയൊരു ദുരന്തം ആ പ്രദേശത്ത് തന്നെ ഉണ്ടായേനെമെന്ന് വേണം വിശേഷിപ്പിക്കാൻ. ദേവിക. ശരി, എന്തായാലും മിഥുൻ മുരളി കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. മിഥുൻ, നമുക്ക് വളരെയധികം ദുഃഖകരമായ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരിൽ ഒരു മലയാളി കൂടി ഉണ്ടായിരുന്നു. രഞ്ജിത ജി നായർ എന്ന 40 വയസ്സുകാരി കൂടി എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്നു. രഞ്ജിത മരിച്ചതിന് ശേഷം മിഥുൻ അവരുടെ വീട്ടിലെത്തിയിരുന്നു പുല്ലാടുള്ള. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ആശ്വാസ വാക്കുകളുമായി എത്തിയിരുന്നു. പക്ഷേ രഞ്ജിതയ്ക്ക് 2 കുട്ടികളാണുള്ളത്. അമ്മ അർബുദ രോഗിയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിയതിനു ശേഷം ഏത് തരത്തിലാണ് പ്രതികരിച്ചത്? ദേവിക, ഏറെ ദുഃഖാർഹമായിട്ടുള്ള ഒരു രാത്രിയാണ് ഇന്ന്. ഈ രാത്രിയിൽ വീട്ടിലേക്ക് ഒട്ടനവധി ആളുകൾ എത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ, പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകൾ ആശ്വാസവുമായി വീട്ടിലേക്ക് എത്തും. ഈ പ്രധാനപ്പെട്ട നടപടി രഞ്ജിതയുടെ ഒരു ബന്ധു ഗുജറാത്തിലെത്തി അഹമ്മദാബാദിൽ എത്തി DNA പരിശോധന നടത്തി ഔദ്യോഗികമായി തന്നെ രഞ്ജിതയുടേതാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സർക്കാർ തലത്തിൽ ഗുജറാത്ത് സർക്കാരിൽ നിന്നും മൃതദേഹം വിട്ടുകിടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം അറിയിച്ചത്. ഒപ്പം പത്തനംതിട്ട ജില്ലാ കളക്ടർ S. കൃഷ്ണനും രഞ്ജിതയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇരുവരും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. രഞ്ജിതയുടെ സഹോദരൻ നാളെ അഹമ്മദാബാദിലേക്ക് പോകും. പുലർച്ചെ തന്നെ അഹമ്മദാബാദിലേക്ക് പുറപ്പെടും. DNA പരിശോധന നടത്തും. അതിനുശേഷം വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറോളം സമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ വീട്ടിൽ ചിലവഴിച്ചു. അവിടെ പ്രായമായ രഞ്ജിതയുടെ അമ്മ തുളസി അമ്മ ഉണ്ട്. 2 മക്കളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുജീവൻ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവരെ 2 പേരെയും ആശ്വസിപ്പിച്ചു. ആശ്വാസവാക്കുകൾ പകർന്നതിന് ശേഷം ബന്ധുക്കളുമായി മൃതദേഹം വീട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചില കൂടിയാലോചനകൾ നടത്തി. അതിനുശേഷം അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ചില ഒരു
പ്രതികരണം എന്ന നിലയിൽ ഔദ്യോഗിക തലത്തിൽ ലഭിക്കുന്ന ആദ്യ പ്രതികരണം എന്ന നിലയിൽ തന്നെ രഞ്ജിതയുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും സർക്കാർ തലത്തിൽ വേഗത്തിലാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശരി, എന്തായാലും എല്ലാ സഹായവും ചെയ്തു നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം പറയുകയുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ആശ്വാസവാക്കുകളുമായി എത്തി രഞ്ജിതയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത്. അദ്ദേഹം രഞ്ജിതയുടെ മൃതദേഹം അടക്കം നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സഹായവും വളരെ വേഗം തന്നെ ചെയ്തു നൽകുമെന്ന് കൂടി ഉറപ്പ് നൽകിയതിനു ശേഷമാണ് അവിടെ നിന്ന് മടങ്ങുന്നത്.